ദൈവത്തിന് സ്തുതി. എന്നെ സ്പർശിച്ച വചനം. ലൂക്കാസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനാഢ്യനായ മനുഷ്യൻ്റെ കഥ നമ്മോട് പറയുന്നുണ്ട്. ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായ നിനക്കെന്ത് പ്രയോജനം? ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായ നിനക്കെന്ത് പ്രയോജനം? 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട വർഗീസ് പാവനത്തരച്ചൻ ഞങ്ങൾ 11 പേരെ സെമിനാരിയിലേക്ക് പറഞ്ഞു വിട്ടു. സെമിനാരിൽ ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കാൻ. അവിടെ ഓസ്ട്രേലിയക്കാരനായ ഒരു അച്ഛൻ വചനം പ്രഘോഷിക്കുന്നതിനിടയിൽ ഇപ്രകാരം ഒരു വചനം പറഞ്ഞു: നിങ്ങൾ ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായ നിനക്കെന്ത് പ്രയോജനം? ആ വചനം എന്നെ സ്പർശിച്ചു. സെമിനാരിയിൽ അച്ഛനാകാൻ പോയതല്ല, മറിച്ച് ദൈവവിളി ക്യാമ്പിൽ വെറുതെ പങ്കെടുക്കാൻ പോയതാണ്. പക്ഷേ ഈ വചനം എന്നെ കുറേ ചിന്തിപ്പിച്ചു. ഈ ലോകത്ത് എന്തെല്ലാം സൗഭാഗ്യം ലഭിച്ചാലും എന്തെല്ലാം സ്ഥാനമാനം ലഭിച്ചാലും ആത്മാവ് നഷ്ടമായ ഒന്നും നാം നേടിയില്ല എന്ന വചനം അർത്ഥമാക്കുന്നത്. സ്നേഹപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി ജോളി തപ്പലോടത്തച്ഛൻ. അനേകായിരങ്ങളെ വിശ്വാസവഴിയിലൂടെ നയിച്ച വരാപ്പുഴ അതിരൂപത അംഗമായ ഫാദർ ജോളി തപ്പലോടത്ത് അതിതീവ്രമായ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ സെപ്റ്റംബർ 16 വൈകിട്ട് 6:52 നിത്യസമ്മാനം സ്വീകരിക്കുന്നതിനായി സ്നേഹപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. 54 വയസ്സായിരുന്നു. ചിറ്റൂർ തിരുക്കുടുംബ ഇടവകയിൽ തപ്പലോടത്ത് ഡാനിയലിന്റെയും ഫിലോമിനയുടെയും മകനായി 1971 ആഗസ്റ്റ് 15 ജനിച്ച ജോളിയച്ചൻ 1998 ഡിസംബർ 27 അഭിവന്യ ഡാനിയല ചാരുപറമ്പിൽ പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു. തുടർന്ന് തേവര, ചാത്യാത്ത് എന്നീ ഇടവകളിൽ സഹവികാരിയായും ലൂർദ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടറായും കൊരട്ടി, അങ്കമാലി, യൂദാപുരം, കോതാട്, തൃപ്പൂണിത്തറ, വടക്കേക്കോട്ട, വള്ളുവള്ളി എന്നീ ഇടവകളിൽ വികാരിയായും സ്തുത്യർഹമായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു.